വൈദികർക്കായി ഒരു വെളുത്ത റോസാപ്പൂ. അത്യുന്നതന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, ദൈവത്തിന്റെ സത്യം പ്രഘോഷിക്കുകയും സകല ജനതകളെയും സുവിശേഷം പഠിപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹവൈദികരെ, ഈ കൊച്ചു പുസ്തകം ഒരു വെളുത്ത റോസാപ്പൂവായി ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. ഈ പൂവ് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ഇനി കാണുവാൻ പോകുന്നത് പോലെ ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ള സത്യങ്ങൾ വളരെ ലളിതമായ ഋജുവായ രീതിയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അവ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ പരിശുദ്ധ ജപമാല ചൊല്ലുന്നത് നിങ്ങൾ സ്വയം ഒരു ശീലമാക്കുകയും അതിൻ്റെ ഫലം ആസ്വദിക്കുകയും ചെയ്യും. ദയവായി അവ എപ്പോഴും നിങ്ങളുടെ അധരങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജപമാലയെക്കുറിച്ച് സദാ പ്രഘോഷിക്കുകയും അങ്ങനെ മറ്റുള്ളവരെ പരിശുദ്ധമായ ഈ ഭക്തിയുടെ ഉത്കൃഷ്ടത പഠിപ്പിച്ചുകൊണ്ട് അവരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്യും. അറിവില്ലാത്തവരും മഹാന്മാരെങ്കിലും ഉദ്ധതരായ ധാരാളം പണ്ഡിതന്മാർ പോലും ചിന്തിക്കുന്നത് പോലെ ജപമാല നിസ്സാര പ്രാധാന്യമുള്ള ഒന്നാണെന്ന് നിങ്ങളും ചിന്തിക്കാതിരിക്കാൻ കരുതലോടെ ഇരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്രധാനമെന്നതിന് നേർവിപരീതമായി ദൈവപ്രേരിതമായി ലഭിച്ച ഒരു അമൂല്യനിധി തന്നെയാണ് ജപമാല. എത്രയും കടുത്ത പാപികളെയും ഏറ്റവും മർക്കടമുഷ്ടിക്കാരായ പാഷണ്ഡികളെയും മാനസാന്തരപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായി ജപമാലയെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സർവശക്തനായ ദൈവം നിങ്ങൾക്കത് നൽകിയിട്ടുള്ളത്. ഈ ജീവിതത്തിൽ കൃപയും നിത്യജീവിതത്തിൽ മഹത്വവും അവിടുന്ന് ജപമാലയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എത്രയോ വിശുദ്ധർ വിശ്വസ്തയോടെ ജപമാല ചൊല്ലിയിരുന്നു. മാർപ്പാപ്പമാരും ജപമാലയെ അംഗീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഈ രഹസ്യം ആത്മാക്കളുടെ വഴികാട്ടിയായ ഒരു വൈദികന് വെളിപ്പെടുത്തി കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം എത്രയോ അനുഗ്രഹീതനായിത്തീരുന്നു. കാരണം ഭൂരിപക്ഷം പേരും ഈ രഹസ്യം അറിയുന്നതിൽ പരാജയപ്പെടുകയാണ്, അല്ലെങ്കിൽ ഉപരിപ്ലവമായി മാത്രം അവർ ഈ രഹസ്യത്തെ മനസ്സിലാക്കുന്നു. അതിനാൽ ഒരു വൈദികൻ ഈ രഹസ്യം യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കുന്നുവെങ്കിൽ അദ്ദേഹം നിത്യവും ജപമാല ചൊല്ലും. മറ്റുള്ളവരെ ജപമാല ചൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ദൈവമഹത്വത്തിനായി അവിടുത്തെ ഒരു ഉപകരണമാകേണ്ടതിന് ദൈവവും പരിശുദ്ധ മാതാവും അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് സമൃദ്ധമായ കൃപകൾ ചൊരിയും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലളിതമാണെങ്കിലും മറ്റ് വചനപ്രഘോഷകർ അനേക വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്മ ഒരു മാസം കൊണ്ട് ചെയ്യുവാൻ അതിന് സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരരെ, സഹവൈദികരെ, ഈ ഭക്തി നാം മറ്റുള്ളവരോട് പ്രഘോഷിക്കുക മാത്രം ചെയ്താൽ പോരാ, നാം സ്വയം അത് പരിശീലിക്കണം. പരിശുദ്ധ ജപമാലയുടെ പ്രാധാന്യത്തിൽ നാം ഉറച്ചു വിശ്വസിച്ചാൽ പോലും ഒരിക്കലും നാം സ്വയം ജപമാല ചൊല്ലിയിട്ടില്ലെങ്കിൽ ആളുകൾ നമ്മുടെ ഉപദേശാനുസൃതം പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. കാരണം ഒരു വ്യക്തിക്ക് അവന് ഇല്ലാത്ത ഒന്ന് മറ്റൊരുവന് നൽകാനാവില്ല. യേശു പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്നോർക്കുക. പ്രഘോഷിച്ചത് സ്വയം പ്രായോഗികമാക്കിക്കൊണ്ട് പ്രവർത്തിച്ച നമ്മുടെ കർത്താവിനെ നാം മാതൃകയാക്കണം. ക്രൂശിതനായ യേശുവിനെക്കുറിച്ച് മാത്രം അറിയുകയും പ്രഘോഷിക്കുകയും ചെയ്ത വിശുദ്ധ പൗലോസിനെ നാം അനുകരിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ ജപമാലയെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക? ജപമാല: സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ,
എന്നിവകളുടെ വെറുമൊരു സമുച്ചയമല്ല. നേരെമറിച്ച് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതം, പീഡാനുഭവം, മരണം, മഹത്വം എന്നീ രഹസ്യങ്ങളുടെ ഒരു വിശുദ്ധ സംഗ്രഹമാണത്. പരിശുദ്ധ ജപമാലയെക്കുറിച്ച് പ്രഘോഷിക്കുന്നതിൻ്റെ സാഫല്യം സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് നൽകിയ കൃപയെക്കുറിച്ചും ജപമാലയിലൂടെ സംഭവിച്ച ഏറ്റവും അത്ഭുതകരമായ മാനസാന്തരങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതെങ്ങനെയെന്നതിനെക്കുറിച്ചും വളരെ വിശദമായി എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കും. ഇക്കാലത്ത് വൈദികർക്ക് ജപമാലയെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ശീലമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും മനോഹരമായ ഈ ഭക്തി പ്രഘോഷിക്കുവാൻ ഇവ നിങ്ങളെ പ്രേരിപ്പിക്കുമെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് പറയും. പക്ഷേ ഇതിനെല്ലാം പകരമായി പരിശുദ്ധ ജപമാലയെക്കുറിച്ചുള്ള പുരാതനവും എന്നാൽ വസ്തുനിഷ്ഠവുമായ ഏതാനും കഥകൾ പറയുകയാണെങ്കിൽ അത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ചെറിയ സംഗ്രഹക്കുറിപ്പിന് തികച്ചും അനുയോജ്യമായിരിക്കുമെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഈ ഉദ്ധരണികൾ സത്യവിശ്വാസികൾക്കു വേണ്ടി ഞാൻ ഫ്രഞ്ച് ഭാഷയിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളതിന് തെളിവായിത്തീരും.